കോഴിക്കോട് മേപ്പയൂർ പുറക്കാമലയിലെ ക്വാറി ഖനന നീക്കത്തിനെതിരായ പ്രതിഷേധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 12 വർഷത്തെ ചരിത്രമുണ്ട് ആ പ്രതിഷേധത്തിന്. ഇന്നും ഖനന നീക്കത്തിനെതിരെ പ്രതിഷേധമുണ്ടായി. ക്വാറി ഖനന നീക്കം വീണ്ടും സമരസമിതി തടഞ്ഞു. പുലർച്ചെ 2 മണിയോടെ കംപ്രസറുമായി എത്തി ഖനനം ആരംഭിക്കാനായിരുന്നു നീക്കം. പുറക്കാമലയിലെ ജനകീയ പ്രതിഷേധത്തിന് 12 വർഷത്തിലധികം പഴക്കമുണ്ട്. പാരിസ്ഥിതികാഘാത പഠനം നടത്താതെയാണ് ക്വാറിക്ക് അനുമതി നൽകിയതെന്നാണ് ഇവിടുത്തെ സമരസമിതിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഖനന നീക്കത്തിനെതിരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി. ക്വാറിക്ക് സമീപം മുദ്രാവാക്യം വിളികളുമായി ഇവർ സംഘടിച്ചു. പോലീസ് എത്തിയതോടെ വാക്കേറ്റവും ഉണ്ടായി. ക്വാറി മാഫിയയ്ക്ക് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്ന് സമരസമിതി ആരോപിച്ചു. ഞങ്ങൾ സ്ത്രീകൾക്കും ഇതിലൊരു ആശങ്കയുണ്ട്. പോലീസ് ഇങ്ങനെ പെരുമാറുമ്പോൾ ഏകപക്ഷീയമായിട്ട് ക്വാറിക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾക്ക് ഭയമുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ജീവന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രവാസികൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ 2 നിലയും 1 നില വീടും ഒക്കെ എടുത്തിട്ടിട്ട് ഇവർ വന്ന് പൊട്ടിക്കുമ്പോൾ എന്ത് ഗ്യാരണ്ടി അവർക്ക് പറയാനാവും ഇത് വീടിന് കേടുപാടുകൾ സംഭവിക്കില്ല എന്ന്? നമ്മുടെ ചെറിയ മക്കളുള്ളതാണ്, പ്രായമുള്ള ആളുകളുള്ളതാണ്. ക്വാറി എന്ന് പറഞ്ഞാൽ ഒരു ജനവാസ മേഖലയിലൊന്നും ക്വാറിക്കുള്ള അനുമതി ലഭിക്കുന്നില്ല എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഇപ്പം ഏതൊരാൾക്കും നിയമവും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് ക്വാറി മാഫിയ ഇതിൽ നിന്നും പിന്മാറുന്നത് വരെ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറാണ്. മേപ്പയൂർ, ചെറുവണ്ണൂർ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാറയുടെ ഖനനം ആരംഭിച്ചാൽ 400 കുടുംബങ്ങളെയാണ് നേരിട്ട് ബാധിക്കുക. പുറക്കാമലയുടെ 70% മണ്ണും 30% പാറയുമാണ്. എന്നിട്ടും പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ അനുമതി നൽകിയെന്നാണ് ആരോപണം. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോകുന്നത്. എൻവയോൺമെൻറ്റ് കമ്മിറ്റിയുടെ പെർമിഷൻ വേണം. അതേപോലെ തന്നെ ഈ ആഘാതപരമായിട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വേണം. പിന്നെ കളക്ടറേറ്റിൽ വരണം. അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണം. അത് കഴിഞ്ഞിട്ടാണ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടത്. അപ്പോൾ വളരെ തന്ത്രപൂർവ്വം ഇവർ ഓരോ വകുപ്പിന്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. 15 വയസ്സുകാരനെ പോലീസ് മർദ്ദിച്ചു എന്ന പരാതിയിൽ നിയമ നടപടികൾ തുടരുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് കോഴിക്കോടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കരിവോട് ചിറയാണ്. പുറക്കാമലയിൽ ഖനനം ആരംഭിച്ചാൽ ജനജീവിതത്തിന് ഭീഷണിയാവുന്നതിനൊപ്പം ഈ നെല്ലറ കൂടി ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ജീവൻ നൽകിയും ഖനനം തടുക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. ഖനന നീക്കത്തിനെതിരെ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. 12 വർഷമായിട്ട് ഇങ്ങനെ തുടർന്ന് വരികയാണ്. ഇപ്പം 3-4 മാസമായിട്ട് ഇത് തന്നെയാണ് തുടർന്ന് വരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടും ജനങ്ങളും ഇവിടെ ആവശ്യമാണ്. പ്രതിഷേധം എന്തായാലും ഇത് ഇവർ വരുന്നതിനനുസരിച്ച് തടയും, നിർബന്ധമായി തടയും. ഇത് ഒരു വിധത്തിൽ ഇവിടെ പൊട്ടിച്ച് കൊണ്ടുപോകാൻ ഇവിടെയുള്ള ജനങ്ങൾ സമ്മതിക്കുകയല്ല. ഇത് ഒരു നാടിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളെ കൊണ്ടാകും പോലെ ഞങ്ങൾ തടയും. ആ ഖനനം നടക്കുകയാണെങ്കിൽ ഇല്ലാതാവുന്നത് ഈ പ്രദേശമായിരിക്കും. ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധവായും അതുപോലെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധജലവും ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാവും. പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അല്ല എങ്കിൽ രാത്രി 2 മണിക്ക് 2:30 മണിക്ക് പോലീസ് പ്രൊട്ടക്ഷനിൽ ഇതിൻ്റെ ഉപകരണങ്ങളൊന്നും കൊണ്ടുവരേണ്ട സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. SI പ്രൊട്ടക്ഷൻ കൊടുത്തെന്ന് പറയുന്നു. DYSP അങ്ങനെ ഒരു പ്രൊട്ടക്ഷനൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല എന്നാണ്. ഇവിടെ ഒരു സംഘർഷം ഉണ്ടാവരുത് എന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പോലീസ് ഒരു സംഘർഷത്തിനാണ് ശ്രമിക്കുന്നത്. ഇവിടെ 18 ഏക്കർ സ്ഥലമാണ് നീക്കിയ ഭൂമി പതിച്ച് നൽകിയത്. അത് കൃത്യമായി റവന്യൂ വിജിലൻസ് അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൻ്റെ നാൾവഴികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പഞ്ചായത്തും ജിയോളജി വകുപ്പും ഇതിന് ലൈസൻസ് കൊടുത്തത് ഒരു വർഷം മുമ്പാണ്. നമ്മൾ ഇന്ന് കണ്ട വഴീൻ്റെ അഗ്രിമെൻറ്റ് തയ്യാറാക്കിയിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ വഴിയില്ലാത്ത ഒരു ക്വാറിക്ക് എങ്ങനെ ജിയോളജിയും പഞ്ചായത്തും ലൈസൻസ് നൽകി എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ആ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.